അള്ളാഹു അതിനെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഇഅ്ജാബൻ ബിന്നഫ്സ്, ഞാൻ ഭയങ്കര ഉഷാറുള്ള ആളാണ്, ഞാൻ തരക്കേടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. നമ്മൾ കല്യാണം കൊണ്ടൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് ഇതാണ് താനും. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തെ സംബന്ധിച്ച് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ താരീഖിൽ പറയുന്ന ചരിത്രം പറയുന്നത് വബുനിയ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗല മസ്ജിദിഹി ശരീഫി ഹുജറുൻ, നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ ചുറ്റും റൂമുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സ്വഹാബത്ത്. ലിതകൂന മസാകിന ലഹ് വലി അഹ്ലിഹി, തങ്ങൾക്കും കുടുംബത്തിനും താമസിക്കാൻ വേണ്ടി. അത് വളരെ ചെറിയ പുരകളായിരുന്നു. ഖരീബത്തൽ ഫിനാ, മുറ്റൊക്കെ വളരെ കുറവായിരുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പുരയിൽ കുറച്ചു കാലം താമസിച്ചു വളർന്ന കുട്ടിയാണ്. താബിഈങ്ങളിൽ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മ ഖൈറ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യയായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് സേവനം ചെയ്തിരുന്നവരെ ആര്? ഹസൻ ബസ്രി തങ്ങളുടെ ഉമ്മ. അപ്പോൾ ഹസൻ ബസ്രി തങ്ങൾ വളരെ ചെറുപ്പത്തിൽ നബി തങ്ങളുടെ പുരയിൽ കയറിയിട്ടുണ്ട്. അവർ പറയാം, ഞാൻ അന്ന് കുട്ടിയാണ്, എൻ്റെ കൈ ഉയർത്തിയാൽ വീടിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം എൻ്റെ കൈ കൊണ്ട് തൊടാൻ എനിക്ക് കിട്ടിയിരുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാം. നമ്മൾ വിചാരിക്കും നബി തങ്ങൾക്ക് അന്ന് അത്രയൊക്കെയല്ലേ ഉള്ളൂ, അന്ന് കോൺക്രീറ്റ് ഇല്ലല്ലോ, അന്നിപ്പോൾ കൺസ്ട്രക്ഷനൊന്നും ഇല്ലല്ലോ, അന്ന് എൻജിനീയേഴ്സൊന്നും അല്ലല്ല. മദീനയിൽ അന്നുണ്ടായിരുന്ന സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ഇന്ന് മദീനയിൽ ചെന്നാൽ അവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കമ്പിവേലി കെട്ടി സുരക്ഷിതമായി വെച്ച ഒരു സ്ഥലം കാണും. ഒരു അന്നത്തെ രീതിയിൽ ഒരു കൊട്ടാരം പോലത്തെ വീട്, നല്ല ഹൈറ്റുള്ള ഒരു കോട്ട പോലത്തെ വീട് ഇന്നും സംരക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടത്. സുബ്ഹാനല്ലാഹ്, അന്ന് അങ്ങനത്തെ പുരണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം ഭയങ്കരമാണ്. അങ്ങനത്തെ വീടുകളുണ്ട് അന്ന് മദീനയിൽ ഉണ്ടായിരിക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരയെ സംബന്ധിച്ച് നമ്മുടെ ഉലമാ പറഞ്ഞു. ഇമാം സുഹൈരി തങ്ങൾ പറഞ്ഞു, കാനത്ത് മസാകിനുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മബ്നിയതൻ മിൻ ജരീദ് അലൈഹി തീൻ, ഈത്തപ്പനയുടെ ഓലകൾ വെച്ച് അതിൻ്റെ മേൽ കളിമണ്ണ് നിറച്ചതാണ് നബി തങ്ങളുടെ പുരയുടെ റൂഫ്. ബഅ്ലുഹാ മിൻ ഹിജാറത്തിൻ മർദൂമ വസുഖൂഫുഹാ കുല്ലുഹാ മിൻ ജരീദ്, ഒക്കെ ചെത്തിയുണ്ടാക്കിയ കല്ലുകളും മണ്ണ് ചൂള വെച്ചുണ്ടാക്കിയ കല്ലുകളും അതുപോലെ തന്നെ ഈത്തപ്പനയുടെ നാരുകളും മട്ടലുകളും വെച്ചുണ്ടാക്കിയ പുരയില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമായി കഴിഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, വീട്ടിൻ്റെ സന്തോഷത്തിന് നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരു കാരണവും അല്ല എന്ന് മനസ്സിലാക്കാനാണ്. വളരെ ദാരിദ്ര്യമുള്ള അവസ്ഥയിൽ കൊച്ചു കൂരകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷത്തിൽ കഴിയുന്നില്ലേ? കൊട്ടാരം പോലെയുള്ള വീടുകളിൽ സീരിയലുകാർ കാണിക്കുന്ന പോലെ വലിയ വലിയ കൊട്ടാരങ്ങളും അതിൽ കരഞ്ഞങ്ങനെ കഴിയുന്ന കാലം മുഴുവൻ. എന്തപ്പോൾ അതുണ്ടായ കാര്യം? വലിയ വലിയ പുരയൊക്കെ ഉണ്ടാക്കി പിന്നെ കരച്ചിലാണ്. അങ്ങനത്തെ പുരകളും കാണും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവരുടെ വീടിൻ്റെ വിഷയങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ വന്നു. ഒന്നുണ്ടായിട്ടില്ല തങ്ങൾക്ക് ഖിറാബ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന്ന് ഞങ്ങൾക്കൊരു തോലിൻ്റെ ഒരു കാർപ്പറ്റ് ഉണ്ട്, അതിൽ ഞാനും ഫാത്തിമ ബീവിയും കിടക്കും. നേരം വെളുത്താൽ ആ തോലിൻ്റെ ഒരു ഭാഗത്ത് മാവ് കുഴക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ, മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ ഒട്ടകത്തിന് ഭക്ഷണവും കൊടുക്കും. അതെടുത്തിട്ട് രാത്രി ഞങ്ങളെടുത്ത് പുറച്ച് കിടക്കും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. ഇങ്ങനെയുള്ളൊരു സാഹചര്യം പഠിപ്പിച്ചു തന്ന നബിയുടെ ഉമ്മത്തികളാണ് നമ്മൾ ധൂർത്ത് ചെയ്യുന്നത്. ധൂർത്ത്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ, ധൂർത്ത് ചെയ്യുന്നവർ പിശാച്ചിൻ്റെ ആളുകളാണ്. ഖുർആൻ പറഞ്ഞു പിശാച്ചിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള ആയത്തുകൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുക. എപ്പോഴാണ് ഈ ധൂർത്ത് എന്ന് പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാൻ, സൂറത്തുൽ ഇസ്രാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുകും അഅലമു ബിമാ ഫീ നുഫൂസികും ഇൻ തകൂനു സ്വാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നത് അല്ലാഹുവിനറിയാം. എന്താ
എന്താണ് ആ വാക്ക്? നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ലക്ഷ്യം എന്താണെന്ന് അല്ലാഹുവിനറിയാം. നിങ്ങളത് എഴുതി വെക്കേണ്ടതില്ല, പറയേണ്ടതില്ല, നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതില്ല. റബ്ബിനറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. ഇൻ തകൂനു സ്വാലിഹീൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മക്കളാണെങ്കിൽ ഫഇന്നഹു കാന ലിൽഅവാബീന ഗഫൂറാ, തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരും. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ലിൽ അവ്വാബീൻ, ഖേദിച്ച് സങ്കടപ്പെട്ട് അല്ലാഹുലേക്ക് മടങ്ങണം. പടച്ചോനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇത് ബോധിക്കണം, അതിനെ ന്യായീകരിക്കരുത്. തെറ്റ് തെറ്റാണെന്ന് ബോധിച്ചിട്ടുണ്ട് റബ്ബേ, അങ്ങനത്തെവർക്ക് അല്ലാഹു പുറത്തു തരും. ഗഫൂറാൻ. വആതിദൽ ഖുർബാ ഹഖ്ഖഹ്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് അർഹമായത് നിങ്ങൾ കൊടുത്തേ പറ്റൂ. അല്ലാഹു ദൂർത്തിനെ പറ്റി പറയാൻ പോവാൻ. വആതിദൽ ഖുർബാ ഹഖ്ഖഹു, നിങ്ങളുടെ ബന്ധുക്കൾക്ക് അവകാശപ്പെട്ട് നിങ്ങൾ കൊടുത്തേ പറ്റൂ. വൽ മിസ്കീൻ, പാവപ്പെട്ടവര്, ബന്ധുന്നല്ല, നാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, പക്ഷേ നിങ്ങൾ അവർക്ക് അർഹതപ്പെട്ട് നൽകിയേ പറ്റൂ, സ്വതഖയായിട്ടും സകാത്തായിട്ടും. വബിനസ്സബീൽ, നാട്ടുകാരോ വീട്ടുകാരോ ഒന്നുമല്ല, ഏതോ നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു പാവം യാത്രക്കാരൻ, അവർക്ക് പോലും അവകാശപ്പെട്ട് നിങ്ങൾ കൊടുക്കണേ. വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ധൂർത്ത് ചെയ്യല്ലേ, അമിതമായി വ്യയം ചെയ്യല്ലിൻ. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്വീൻ, സമ്പത്ത് കയ്യും കണക്കുമില്ലാതെ ദുർവ്യയം ചെയ്യുന്ന ആളുകൾ, ധൂർത്ത് ചെയ്യുന്ന ആളുകൾ, അവർ പിശാചിൻ്റെ സഹോദരന്മാരാണ്, പിശാചിൻ്റെ കൂടെ ഒരു ഉമ്മക്ക് പിറന്നവനെ പോലെയാണ്. കാനൂ ഇഖ്വാനശ് ശയാത്വീൻ, അവർ പിശാചിൻ്റെ കൂട്ടുകാരാണ്. പിശാചാണെങ്കിലോ വകാനശ് ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, പിശാച് അല്ലാഹുവിന് നന്ദികേട് ചെയ്തവനാണ്, അല്ലാഹുവിനോട് നന്ദി ചെയ്യാത്തവനാണ്. അപ്പോൾ നിങ്ങൾ ധൂർത്ത് ചെയ്യുന്നത് നന്ദികേടാണ്. എങ്ങനെയൊക്കെ ധൂർത്ത് ചെയ്തു? നമ്മൾ വിചാരിക്കും നല്ല ഫുഡൊക്കെ ആരും കൊടുക്കുന്നത് നല്ലതല്ലേ, നല്ലതാണ്. നമ്മളൊരു സദ്യക്ക് വിളിച്ചാൽ, അതിഥികളെ വിളിച്ചാൽ അവർക്ക് മാന്യമായ ഭക്ഷണം കൊടുക്കുക, അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ ഷർറുൽ വലീമ, മോശമായ കല്യാണം എന്ന് പറയുന്നത് യുദ്ആ ഇലൈഹാ മൻ യഅബാഹ, ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. ഒരുപാട് ഭക്ഷണം, ആയിരക്കണക്കിന് വിഭവങ്ങൾ ഉണ്ടാക്കി വിളിച്ചത് വലിയ വലിയ മന്ത്രിമാരും വലിയ വലിയ VIP-കളും. അവരിപ്പോൾ എന്താ കുടിക്കുക? അവരിപ്പോൾ എന്താ കഴിക്കുക? സാമ്പാറും ചോറ് കിട്ടിയെങ്കിലായി. ചോറ് വേണ്ട, ഷുഗറാണ്. പിന്നെ ജ്യൂസും ഐസ്ക്രീമും പുഡിങ്ങൊക്കെ ഓൽക്ക് വേണോ? വേണ്ട വേണ്ട വേണ്ട, ഒരു മധുരമില്ലാത്തൊരു കട്ടൻ ചായ കിട്ടിയാൽ മതി. ഉണ്ടാക്കിയത് പാർക്കാ ഇവർക്ക്. എത്രയോ ആവശ്യമുള്ള ആളുകൾ പുറകിൽ അപ്പുറത്ത് കാത്തിരിക്കെ അവരെ വിളിക്കാതെയും ആവശ്യമില്ലാത്ത ആളുകളെ വിളിച്ച് വിളമ്പുന്ന സദ്യയാണ് ഷർറുൽ വലീമ. കല്യാണങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയും കുറേ ആൾക്കാർക്ക് ചോറ് കിട്ടൂലേ? ചോറ് കിട്ടേണ്ടവർക്ക് കിട്ടണം. ആവശ്യമുള്ളവരൊന്നും വിളിക്കില്ല. എത്രയോ പാവപ്പെട്ട ആളുകൾ അയൽപക്കത്തുണ്ടായിരിക്കെ അവരെ വിളിക്കാതെ, ബന്ധുക്കളിൽ പാവപ്പെട്ട ആളുകളുണ്ടായിരിക്കെ പൈസ കുറഞ്ഞതിൻ്റെ പേരിൽ, കാശ് കുറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഈ കല്യാണത്തിന് അവരെ വിളിക്കില്ല. അവർക്ക് വേറെ പന്തൽ പിന്നെ വരുന്നുണ്ട്, അവരതിലേക്ക് വിളിക്കും, ഇതിലേക്ക് വിളിക്കൂല. ഇത് ചെയ്യരുത്, ഇത് ഡിസ്ക്രിമിനേഷൻ ചെയ്തുകൂടാ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മതിൽ വെക്കലാണത്, അത് അല്ലാഹുവിന് ഇഷ്ടമില്ല. വആതിദൽ ഖുർബാ ഹഖ്ഖഹ്, അപ്പോൾ പൈസ ഉള്ളവർ പൈസ ഇപ്പം എങ്ങനെ ചിലവാക്കണ്ടേ? പൈസ ഉള്ളവരിപ്പം എന്ത് ചെയ്യും? വആതിദൽ ഖുർബാ ഹഖ്ഖഹു, നിന്റെ ബന്ധുക്കളായ പാവപ്പെട്ട ആളുകൾക്ക് നീ ഹക്ക് കൊടുത്തിട്ടുണ്ടോ? വൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് നീ കൊടുത്തിട്ടുണ്ടോ? വലിയ വലിയ കല്യാണങ്ങൾ നടത്തിയിട്ട് കോടിക്കണക്കിന് ചെലവഴിച്ചിട്ട് പാവപ്പെട്ട ഒരു കുട്ടീൻ്റെ കല്യാണത്തിന് വല്ലതും തരുമോ എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? കല്യാണം കഴിഞ്ഞ ക്ഷീണത്തിലാണ്. യാ അല്ലാഹ്, വലാ തുബദ്ദിർ തബ്ദീറാ, ഇത് നിങ്ങൾ ചെയ്യുന്ന ധൂർത്താണ്. എന്തുകൊണ്ട്? വആതിദൽ ഖുർബാ ഹഖ്ഖഹു, പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട അവകാശം കൊടുക്കാതിരിക്കെ. വൽ മിസ്കീൻ, കുടുംബക്കാരനല്ല ബന്ധുക്കളുമല്ലാത്ത പാവപ്പെട്ട, വൽ മിസ്കീൻ, പാവപ്പെട്ടവര്, അവർക്ക് നിന്റെ സമ്പത്തിൽ അവകാശമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഒരുപാട് പൈസകൾ പൊടിപൊടിച്ച് ഭക്ഷണം വേസ്റ്റാക്കാനുള്ളതാണോ കല്യാണം?
ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് പറഞ്ഞില്ലേ, വെള്ളത്തിൽ പോലും വുളൂ ചെയ്യുന്ന വെള്ളത്തിൽ പോലും തബ്ദീർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. 3 വട്ടത്തിലേറെ കഴുകണ്ട. വലൗ കുൻതും അലാ നഹ്റിൻ ജാരിൻ, ഒഴുകുന്ന ഒരു പുഴയുടെ മുമ്പിൽ നിന്നിട്ടാണ്, ഒരു സ്ട്രീമിൽ, ഒരു അരുവിയിൽ നിന്നിട്ടാണ് വുളൂ എടുക്കുന്നതെങ്കിൽ പോലും 3, അതിനപ്പുറത്തേക്ക് ചെയ്യല്ല. ഇസ്രാഫാണ്. അപ്പോൾ ഇപ്പം അങ്ങ് തുറന്നിട്ട് കളയുന്നത് ഇസ്രാഫാണ്, അള്ളാഹുവിന് ഇഷ്ടമല്ല. ഭക്ഷണം വേസ്റ്റാക്കുന്നത് റിസ്കിനോട് ചെയ്യുന്ന ദുൽമാണ്, റിസ്കിനോട് ചെയ്യുന്ന നന്ദികേടാണ്, കുഫ്റാനുൻ നിഅമ. അല്ലാഹു പൊറുക്കോ? ഇങ്ങനെ ധൂർത്ത് കാണിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് വല്ലാഹു റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യമായി നിങ്ങളുടെ ചിന്തകൾ അത് അല്ലാഹുവിനറിയാം. ആളുകളുടെ മുമ്പിൽ പത്രാസ് കാണിക്കലാണല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തി എന്താണ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇതേ ആയത്ത്, ഇതേ സൂറത്തിൽ ഒരായത്തും കൂടെ കഴിഞ്ഞാൽ 29-ാമത്തെ ആയത്ത്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറാ. ഖുർആൻ പറയാം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്, കൈ ഇങ്ങനെ കഴുത്തിലേക്ക് പിടിച്ച് കെട്ടരുത്. ഒരു 5 പൈസ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വല്ലതും തരുമെന്ന് ചോദിച്ചാൽ അവൻ കൊടുക്കൂലേ, തരൂല്ല, ഇതെൻ്റെ പൈസയാണ്. പിഷ്കല്ല. അതാണ് കൈ ഇങ്ങനെ നെഞ്ചിലേക്ക് കഴുത്തിലേക്ക് കൂട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞതിനർത്ഥം അതാ. വലാ തജ്അൽ യദക, നിന്റെ കൈ ആക്കരുത്, മഗ്ലൂലതൻ, കെട്ടിവെച്ചതാക്കരുത്, ഇലാ ഉനുഖിക, നിന്റെ ഈ കഴുത്തിലേക്ക്. ഞാൻ തരൂല. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, ഒന്നാകെ കൈയങ്ങ് തുറന്നു വിടുകയും ചെയ്യരുത്. ആകണ്ട സ്പെൻഡ് ചെയ്ത് ആയിക്കോട്ടെ എത്രയായാലും കുഴപ്പമില്ല. ഇങ്ങനെ നീ അമിതമായും ചെയ്യണ്ട, പിശുക്കും ചെയ്യണ്ട. ഫതഖഉദ മലൂമൻ മഹ്സൂറാ, പിന്നെ ആളുകൾ നിന്നെ ആക്ഷേപിക്കും. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പുര വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോയി. കടക്കാർ വന്ന് ഇടങ്ങാറാക്കാൻ, എന്തിനാ നീ അങ്ങനെ ചെയ്തത്? ഫതഖഉദ മലൂമൻ, ആളുകൾ നിന്നെ ആക്ഷേപിക്കും. മഹ്സൂറ, നീ സങ്കടപ്പെട്ട് കഴിയേണ്ടി വരും. കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അത് നമ്മുടെ ഈ ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് സുഖം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് സുഖമാണെന്ന് മനുഷ്യന്മാർ വിചാരിച്ചാൽ മതി. ഇതാണ് ഇന്നത്തെ അവസ്ഥ. സാറ്റിസ്ഫാക്ഷൻ അല്ല നമ്മൾ പറയാറുണ്ട്. എനിക്ക് സന്തോഷമാണ്, അതല്ല വിഷയം. എനിക്ക് സന്തോഷമാണ് എന്ന് ബാക്കിയുള്ളവർ വിചാരിച്ചാൽ മതി. എനിക്ക് ഒരു സന്തോഷമില്ല. ഞാൻ ബാങ്കുകാരുടെ വിളി കെട്ടി ഇടങ്ങേറായി ഫോണിൽ എടുക്കാതിരിക്കുകയാണ്. ഇടങ്ങേറായി നടക്കുക. പക്ഷെ ജനങ്ങൾക്ക് തോന്നണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് ജീവിതമാണ് അതൊക്കെ? മലൂമം മഹ്സൂറ, സങ്കടപ്പെട്ട് നാണം കെട്ടുള്ള ജീവിതം. എന്ത് ചെയ്തതെന്നറിയോ? ഒരു കല്യാണം വന്നപ്പോഴേക്കും കൊടുത്തു, ഒന്നാകെ എല്ലാം കൊടുത്തു മോൾക്ക്. തൊട്ടപ്പുറത്ത് വിവാഹപ്രായമെത്തി കഷ്ടപ്പെട്ട് നിൽക്കുന്ന എത്രയോ പെൺകുട്ടികളപ്പുറത്തുണ്ടായിരിക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാഹു തആല വളരെ വളരെ എളുപ്പമാക്കിയ നിക്കാഹിന് ചെറുപ്പക്കാർക്ക് ധൈര്യമില്ലാതെ വന്നത്. കല്യാണം കഴിക്കണമെങ്കിൽ പൈസ എത്ര വേണം? അതിൻ്റെ പേരിൽ വ്യഭിചാരങ്ങൾ വർദ്ധിക്കുന്നത്, അതിൻ്റെ പേരിൽ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് ചെറുപ്പക്കാരികളും പോകുന്നത്. എന്തേ? മോളെ കെട്ടിക്കാൻ പൈസ ആയിട്ടില്ലല്ലോ. ഈ പൈസ വേണമെന്ന് ചോദിച്ചു വരുന്ന ചെറുപ്പക്കാരന് മനസ്സിലാക്കണം. ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, സ്ത്രീധനം എന്ന് പറയുന്ന സംഗതി തെളിച്ച് മനസ്സിലായ ആളുകളാണ് നിങ്ങൾ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ രീതി മഹർ കൊടുത്ത് വിവാഹം ചെയ്യലാണ്. ആണ് പുരുഷൻ മഹർ കൊടുക്കണം, എന്നിട്ട് പെണ്ണിനെ സ്വീകരിക്കുക. പെണ്ണിൻ്റെ വാപ്പ എന്താ ചെയ്യേണ്ടത്? അവൾക്ക് വേണ്ട ഡ്രസ്സ് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്തോട്ടെ, ആഭരണോ പുതിയാപ്പിള വാങ്ങിച്ചു കൊടുത്തോട്ടെ, വാപ്പാക്ക് കഴിയുന്നത് വാപ്പ കൊടുത്തു ആയിക്കോട്ടെ, ആഭരണം മറ്റു കാര്യങ്ങളും ജ്വൽസൊക്കെ വേണോ പുതിയാപ്പിള വാങ്ങിച്ചു കൊടുത്തോട്ടെ. വിവാഹത്തിൻ്റെ ചെലവ് പോലും പുതിയാപ്പിള വഹിക്കണം എന്നാണ് നേരെ തലമുറച്ച്. നമ്മുടെ ഇവിടൊക്കെ ഇപ്പം അങ്ങനെ നടക്കണത്. അതുകൊണ്ടും കുടുങ്ങിയതുണ്ട്. മഹറിൻ്റെ ഖലാ ഉൽ മഹർ, മഹർ ഒരുപാട് ചോദിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനെ ആവരുത്. ഏറ്റവും ബറക്കത്തുള്ളവർ അഖല്ലു കുന്ന മുഹൂറ, മഹർ വളരെ കുറച്ച് ചോദിക്കുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മഹറല്ലേ ചോദിക്കുന്നത് സ്ത്രീധനാണ്. ഞങ്ങൾ 10 പവൻ മഹർ തരട്ടോ, നിങ്ങൾ സ്ത്രീധനം തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തിനാ ഈ 10 എന്ന് പറഞ്ഞത്? അതിനപ്പുറത്തൊരു പൂജയിട്ട് 100 തരണമെന്നല്ലേ? ചെറിയ 100 പവൻ മഹർ. യാ അല്ലാഹ്, വാപ്പ കുടുങ്ങിയില്ലേ? എന്തിനാ ഇതൊക്കെ? സമ്പത്തിനോടുള്ള ആർത്തി. അല്ലാഹു നിങ്ങൾക്ക് കരിഹലക്കും ഖീല വഖാൽ വകസറത സുആൽ വഇളാഅത്തൽ മാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായി,
കരിഹലക്കും അല്ലാഹു നിങ്ങൾക്ക് വെറുത്തിട്ടുണ്ട് മൻ അൻ